ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു മീനിൻ്റെ കട്ടിങ് ആൻഡ് ക്ലീനിങ്ങുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു നല്ല ഫ്രഷായിട്ടുള്ള ചൂരമീൻ കിട്ടിയിട്ടുണ്ട്, അതും വെള്ളച്ചൂര. അപ്പോൾ കാണാൻ നല്ല 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 ഫ്രഷാണ്. അതിനെ കട്ട് ചെയ്ത് കുളവാകുമോ എന്താകുമെന്നൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് രണ്ട് സൈഡും ഒന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കത്തിക്കൊക്കെ നല്ല മൂർച്ച വേണം കേട്ടോ. എൻ്റെ കത്തിക്ക് ഇച്ചിരി മൂർച്ച കുറവാണ്, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് നല്ല ഇതായിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്തത്. കണ്ടോ? അങ്ങനെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ തലയുടെ ഭാഗത്തെ സ്കിന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ സ്കിന്നിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഫ്ലഷൊന്നും പോകാതെ നമുക്ക് കിട്ടും കേട്ടോ. അവിടെയൊക്കെ പിടുത്തം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും കൂടെ കത്രിക കൊണ്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ സ്കിൻ അവിടെ നിന്ന് പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കൃത്യമായിട്ട് ഫ്ലഷൊന്നും പോകാതെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ നമുക്ക് കത്തി എടുത്തിട്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്കിന്നിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഫ്ലഷൊന്നും പോകാതെ കണ്ടോ നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കത്തി. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിനെ മുഴുവനായിട്ട് ഇങ്ങനെ വലിച്ച് കളയാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടോ എന്ത് അടിപൊളിയായിട്ടാണ് വന്നതെന്ന് നോക്കി. എൻ്റെ മീൻ കട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഈ മീനിനെ എനിക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു, അത് നല്ല വൃത്തിയായിട്ട് കഷ്ണങ്ങളാക്കി കറി വെക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നന്നായി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്കൊന്ന് നോക്കാം മുഴുവനായിട്ട് നമുക്ക് ഭംഗിയായിട്ട് കിട്ടുമോയെന്ന്. കണ്ടോ? സ്കിന്നൊന്നും പോകാതെ. അപ്പോൾ പിടുത്തം വരുമ്പോൾ നമ്മളിങ്ങനെ കത്രിക എടുത്തിട്ട് ആ സ്കിന്നൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ആ കത്തി വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അത് മുഴുവനായിട്ട് ഇങ്ങ് പോരും കേട്ടോ. എന്തായാലും സക്സസ് ആയിട്ട് ഇത്രയൊക്കെ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ വാലയ്ക്ക് ഒന്ന് കണ്ടിച്ച് കളയാം. അതിനുശേഷം നമുക്ക് അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനകത്തുള്ള ഇതൊക്കെ എടുത്തൊന്ന് കളയാം. കണ്ടോ? എല്ലാം എടുത്ത് മാറ്റി. ഇനി നമുക്ക് തലയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മുടെ മീൻ രണ്ട് പീസായി മാറിയിരിക്കുകയാണ്. ഇനി തലയുടെ അകത്ത് നമുക്ക് എടുക്കാവുന്നതൊക്കെ എടുത്ത് ബാക്കിനെയൊക്കെ നമുക്ക് മുറിച്ചങ്ങ് കളയാം. അതിൻ്റെ ചെകിളയൊക്കെ പറിച്ച് കളഞ്ഞ് തലയുടെ ആ ഭാഗത്ത് വെച്ചൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. രണ്ട് ഉണ്ടക്കണ്ണൊക്കെ എടുത്ത് കളഞ്ഞേക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ തലഭാഗം നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടി. ഇനി നമുക്ക് ഈ മീനിനെ നമുക്കൊന്ന് കറി വെക്കേണ്ട വിധത്തിലുള്ള പീസാക്കിയിട്ട് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലി വലിച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങ് പോയിക്കോളും. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. വെറുതെ പീസാക്കി മേടിക്കാനൊക്കെ നിന്ന് പൈസയൊന്നും കളയണ്ട. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ, ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നടുവേ നമുക്കൊന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്ലഷൊക്കെ ഇങ്ങനെ നന്നായിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കണ്ടോ? അടിപൊളിയല്ലേ? അത് കൃത്യമായിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി. ഇനി നമുക്ക് കത്രിക കൊണ്ട് നമുക്ക് അതിനെ പീസാക്കാം. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പീസിന് എന്തേലും വലിപ്പം വേണോ അതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ മീൻ കട്ട് ചെയ്തത് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തോ അതോ അത് കുളവാക്കിയോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ?
അടിപൊളി പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നല്ല കട്ടിയുള്ള മുള്ള് വരുന്ന ഭാഗം വരുമ്പോഴാണ് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വരും. അതിനും ഒരു നാക്കുണ്ട്. നമുക്ക് അതിൻ്റെ ആ എല്ലിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ജോയിൻ്റ് ഉണ്ട്. അവിടെ വെച്ച് നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് പറ്റും. ഇതുണ്ടോ, ഇപ്പം ഞാൻ ആ ജോയിൻറ്റിലല്ല, അതുകൊണ്ട് എനിക്കത് മുറിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ടോ, അപ്പം ഞാനോർത്തു ആ മുള്ളൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞാലോ എന്ന്. പക്ഷെ വേണ്ട, നമുക്ക് മുള്ളൊന്നും കളയണ്ട, അല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, അതിൻ്റെ ആ കറക്റ്റ് ജോയിൻറ്റിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടോ എന്ത് ഈസി ആയിട്ടാണ് കട്ടായെന്ന് നോക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഒരു ചൂരമീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണികൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, അടിപൊളി കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയത് കണ്ടോ. അപ്പം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് ക്ലീൻ ചെയ്യുമ്പം നമുക്ക് അതിന് ഉളുമ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ്. നമുക്ക് അല്പം ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുക, അതിൻ്റെ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് അല്പം ഉപ്പുപൊടിയും കൂടി ഇടുക. എന്നിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കുക. അല്പനേരം അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പെല്ലാം ഇളകി നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം താങ്ക് യു.